അയ്യോ, എന്താ ഇത്? ഇനി പറ, സത്യം പറ എന്നോട്. എന്റെ മോനിപ്പോ എവിടെയുണ്ടെന്ന് നീ പറ. അവൻ എവിടെയുണ്ട് പറയാൻ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. മോളുടെ ഊഹം ശരിയാണ് സൂര്യ. മോളുടെ മകൻ തന്നെയാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്. അന്ന് എന്നെ ഏൽപ്പിച്ചത്. സൂര്യ, അതെ, സൂര്യ എന്റെ മകനാണോ? അതെ മോളെ. ജനിച്ച കുഞ്ഞിന്റെ മുഖം പോലും കാണാതെ, കരഞ്ഞോണ്ടിരിക്കുമ്പോ അവന് പാല് പോലും കൊടുക്കാതെ എന്റെ മടിയിൽ നിന്ന് നിന്റെ മടിയിലേക്ക് നിനക്ക് ദാനമായി തന്നതല്ലേടാ. നീ എന്നോട് നുണ പറഞ്ഞു. നീ എന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞതുപോലെ നീ അവനെ വളർത്തിയില്ലല്ലോ. നീ കാരണമല്ലേ അവൻ ഇവിടേക്ക് വന്നത് തന്നെ. നീ തന്നെ അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോ. അവൻ ഈ നാട്ടിൽ വരാൻ പാടില്ലെന്ന് വിചാരിച്ചതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, മുതലാളിക്ക് പ്രായം കൂടി വരികയാണ്. ഇവിടെ പകരം ഒരു ധീരൻ അത്യാവശ്യമാണ്. എന്ത് സംഭവിച്ചാലും ഈ മണ്ണിനൊരു ന്യായം കിട്ടിയേ മതിയാവൂ. അതുകൊണ്ടാണ് അവന്റെ പാദങ്ങൾ ഈ മണ്ണിൽ പതിപ്പിച്ചത്. ഇപ്പോഴെന്താ, എന്നെ കൊല്ലാൻ പോവുകയാണോ? എന്നെ കൊന്നേക്ക്. എന്നെ കൊന്നാലും അവനെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. സർവേ നമ്പർ 26/53 അത് വിൽക്കുന്നതുവരെ അവനും ഇവിടുന്ന് വരാൻ പോകുന്നില്ല. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ പുകവലിച്ചാലുണ്ടല്ലോ ആരോഗ്യത്തിന് നല്ലതല്ല. വേഗം പോയി കുളിച്ചിട്ട് വാ. ഞാൻ കാപ്പി എടുത്തു വെക്കാം. രാവിലെ മുതൽ അത് വാങ്ങിക്കൊണ്ടോ ഇത് വാങ്ങിക്കൊണ്ടോ പറഞ്ഞ് കൊന്നോണ്ടിരിക്കുക. രാവിലെ പറഞ്ഞ ചീര വാങ്ങിയിട്ടുണ്ട്, പിന്നെ പനീർ പറഞ്ഞില്ലേ അത് വാങ്ങിയിട്ടുണ്ട്. കൊള്ളാലോ, യൂട്യൂബ് ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്. ആർക്കേത്? സൂര്യക്ക്. അതെന്തോ സ്പെഷ്യലായിട്ട്? പാവം, നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ചു കഴിച്ച് അവന് മതിയായി. അയ്യോ, അതുകൊണ്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചത്. അതും യൂട്യൂബ് കണ്ടോണ്ട്. ഇപ്പൊ തന്നെ അവന്റെ വല്ലാത്തൊരു അവസ്ഥയാ. ഇനി യൂട്യൂബ് കണ്ടോണ്ടുണ്ടാക്കിയാ ഇവിടെ തന്നെ അവന്റെ പണിയും തീരുമെന്നാ തോന്നുന്നത്. എന്ത് പോടാ, നിന്നല്ലോ പറഞ്ഞ നീ എന്തിനാ ദേഷ്യപ്പെടുന്നു? അമ്മ ഇതാ. പുഴയോരത്ത് പൂത്തോടിയെത്തിയില്ല മന്ദാരം പൂക്കും. ഒരു കാര്യം, ഞാനവിടെ ഒരു ഷർട്ട് വെച്ചിരുന്നു. അതോടെ എനിക്കെങ്ങനെ അറിയാം? ഇവിടെ വന്നപ്പോ ഒന്നുമില്ലായിരുന്നു. ദിവസം ഓരോ ഷർട്ട് കാണാതെ പോവാണല്ലോ. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാ അവന്റെ അവസാനമായിരിക്കും ഒന്ന്. അല്ല, നീ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? നിന്നെ എനിക്ക് സൂര്യ, സംശയം. കോഫി കുടിച്ചിട്ട് വേഗം വാ. ഞാൻ ആഹാരം എടുത്തു വെക്കാം. നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? നിന്റെ ഫ്രണ്ടിന്റെ മാസ് ലുക്ക് ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ അതേപോലെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് മാത്രമല്ല,
ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാ. അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേവാ. ഞാൻ വരാൻ പൊക്കോ. എന്നാ പിന്നെ പ്രാക്ടീസ് നടക്കട്ടെ. വലിയ ഉപകാരം. മതി. കല്ല് തിന്നാ പോലും ദഹിക്കുന്ന പ്രായം നിങ്ങക്ക്. 5 ചപ്പാത്തി പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇത് കഴിക്കേ. കഴിക്കാം. പല്ലവി, പാലക് പനീർ എടുത്തോണ്ട് വാ മോളെ. പാലക് പനീറോ? താങ്ക് യു അമ്മേ. കൊണ്ടുവാ. ഒഴിച്ചു എത്ര വേണമെങ്കിലും ഒഴിച്ചു. അങ്ങനെ അവസാനം നമ്മൾ വിചാരിച്ചു തന്നെ കിട്ടി. കുറച്ചും കൂടെ ഒഴിച്ചോ? അല്ല, പീസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. മതി. അത് കുഴപ്പമില്ല, കഴിക്ക്. അമ്മ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് എന്ത് വിളമ്പലാടാ? ആര് വിളമ്പിയെന്ന്? എന്താ? ഞാനൊന്നും ചെയ്തില്ല. വിളമ്പിയത് അവള് തല്ലെനിക്ക്. തിന്നാൻ പോകുന്ന ഇവന്. തിന്ന്. ഓ, വലിയ പാടാ. ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നേ. എടോ, എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ഷർട്ടിന്റെ ബട്ടൺ ഇടാതെ കൈയൊക്കെ മടക്കി വെച്ച് കോളറൊക്കെ പൊക്കി വെച്ചാ എങ്ങനെ ഉണ്ടാവും അറിയോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ നടന്നോ? ഞാൻ ഷർട്ടല്ലല്ലോ ഇട്ടിരിക്കുന്നത്. ഇതെന്താ പെണ്ണിന് വട്ടാണോ? ഈ നാടിനു വേണ്ടി എല്ലാം ചെയ്യാനുള്ളത് ഞാനല്ലേ. ഇതൊക്കെ ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? ഫൈറ്റ് ഉണ്ടെന്ന് കേട്ടാലുണ്ടല്ലോ, ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് സീറ്റ് ബുക്ക് ചെയ്യുന്നവരാ ഞങ്ങൾ. ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ പൊട്ടിക്കുക മാത്രമല്ല, വേണ്ടി വന്ന തലയടിച്ച് പൊട്ടിക്കാൻ എനിക്ക് മടിയില്ല. സമയം വരുമ്പോ ഞാൻ തന്നെ പറയാം. അതുവരെ ക്ഷമിക്കേ. എന്നാ ശരി. സൂര്യ, രത്നമ്മ, 2 മിനിറ്റ് ഇപ്പൊ പോ. ഈ വീട്ടില് നീ ഇനി എത്ര ദിവസം ഉണ്ടാവും? ഈ വീട്ടിലെ സ്വന്തക്കാരനൊന്നും അല്ലല്ലോ നീ. വന്ന കാര്യം തീർത്തിട്ട് വേഗം ഇവിടുന്ന് പോകാൻ നോക്കണം. ദാ എടുത്തോ. നിന്റെ ആ സ്ഥലത്തിന് നിനക്ക് എത്രമാത്രം വില കിട്ടുവോ അത്ര ഇതിലുണ്ട്. എടുത്തോണ്ട് പോകാൻ നോക്ക. നിങ്ങളോട് എനിക്ക് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ എന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചു. എനിക്കിഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കുണ്ടാക്കി തരികയും ചെയ്തു. സ്വന്തം മോനെ പോലെയാ നിങ്ങൾ എന്നെ നോക്കിയത്. ഇപ്പൊ എന്റെ വസ്തുവിന് എത്ര വിലയുണ്ടോ അത് നിങ്ങൾ എനിക്ക് തരികയും ചെയ്തു. അപ്പോ പിന്നെ എന്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇന്ന് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് നാളെ തന്നെ പോയേക്കാം. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. I love you, രത്നമ്മ. ഒരുപാട് നന്ദി. വരട്ടെ. അങ്ങനെ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു കിട്ടി.